അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം അള്ളാഹുവിൻ്റെ അടിമയാണോ അതോ പിശാചിൻ്റെ അടിമയാണോ? അതൊന്ന് നമുക്ക് സ്വയം കണ്ടെത്തി വിലയിരുത്തി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നല്ലതാണ്. അത് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അടയാളങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വൈബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. ഒന്നാമത്തെ അടയാളം അതാ പറയുന്നത്. അള്ളാഹുവിൻ്റെ അടിമകൾ അല്ലദീന ഒരു വിഭാഗം ആളുകളാണ്. യംശൂന അലൽ അർളി ഭൂമിയിലൂടെ അവർ നടക്കും. ഹൗനൻ വിനയത്തോടു കൂടെ, എളിമയോടുകൂടെ, ഹംബിൾ വളരെ വിനയാന്വിതനായിട്ട് ഭൂമിയിലൂടെ നടക്കാൻ പഠിച്ച ആളുകൾ, അവരാണ് അള്ളാഹുവിൻ്റെ അടിമകൾ. അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ നടക്കാൻ നമ്മൾ പഠിച്ചാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വലിയതായിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു കിളവത്തിയായ ഉമ്മാനെ കാണുന്നുണ്ട്. വളരെ വിനയത്തോടു കൂടെ ഉമ്മാൻ്റെ അടുത്ത് ചെന്നു. ഉമ്മാനോട് എവിടേക്കാണ് പോവേണ്ടത്, ആ ലക്ഷ്യസ്ഥാനമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ആ ഉമ്മയുടെ ചുമടുകളൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ വീട് വരെ എത്തിച്ചു കൊടുത്തു. നബിതങ്ങളുടെ ആ എളിമ, ആ വിനയം, അതിൻ്റെ റിസൾട്ട് എത്രമേൽ വലുതായിരുന്നു എന്നറിയോ? ആ ഉമ്മ ഉടനെ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു. അതാണ് നടക്കാൻ പഠിക്കേണ്ടത്. അങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത്. ഒരു വഴിയാത്രക്കാരനോട് നാം എടുക്കേണ്ട നിലപാട് അതായിരിക്കണം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടക്കുന്ന ഒരു രംഗം ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. മഹാനവറുകൾ ലക്ഷ്യമില്ലാതെ അങ്ങനെ നടന്നു പോവുകയാണ്. കൊലക്കുറ്റത്തിൻ്റെ പേരിൽ മഹാനവറുകളെ പിടികൂടാൻ വേണ്ടി ഫിറോൻ തീരുമാനിച്ച സന്ദർഭം. മഹാനവറുകൾ അങ്ങനെ നടന്നു ക്ഷീണിച്ച് അവശനായി. ആ സമയത്താണ് ഒരു സ്ഥലത്ത് വെച്ച് കുറേ സ്ത്രീകളും പുരുഷന്മാരും തടിച്ചുകൂടി നിൽക്കുന്നത് കാണുന്നത്. അവരൊരു കിണറിൻ്റെ സമീപത്ത് ആടുകളൊക്കെ തീറ്റിച്ച് അതിന് വെള്ളം കൊടുക്കാൻ വേണ്ടി തിരക്ക് കൂടുന്ന രംഗമാണ്. ആ സമയത്ത് ഈ രംഗം കണ്ടപ്പോൾ മഹാനവറുകൾ എങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്? രണ്ട് സ്ത്രീകൾ, പെൺകുട്ടികൾ, അവരിങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ മഹാനവറുകൾ വളരെ മാന്യമായി വിനയത്തോടു കൂടെ ആ രണ്ട് പെൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നു, മറ്റുള്ളവരൊക്കെ ആടിനെ തീറ്റിച്ച് അതിൻ്റെ ആടിന് വെള്ളം കൊടുക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുമ്പോൾ നിങ്ങൾ നേരം സന്ധ്യയായില്ലേ, നിങ്ങൾക്ക് വീടണയണ്ടേ, നിങ്ങൾ മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നത്, നിങ്ങൾ ആടിന് വെള്ളം കുടിപ്പിക്കേണ്ടതില്ലയോ? ആ സമയത്ത് ആ പെൺകുട്ടികൾ പറഞ്ഞു, ഖാലത്താല നസ്ഖി ഹത്താ യുസ്ദിറ റിയാ വാബൂന ഷെയ്ഖുൻ കബീർ. ഞങ്ങൾക്ക് അവിടെ പോയി തിരക്കാൻ കഴിയൂലല്ലോ, അവിടെ കുറേ ആളുകളുള്ള സ്ഥലത്ത് ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ തിരക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തിരക്ക് ചെയ്യാൻ വേണ്ടി മാറി നിൽക്കുകയാണ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് വരാൻ ഞങ്ങളെ ഉപ്പ വാബൂന ഷെയ്ഖുൻ കബീർ, ഉപ്പാക്ക് വയ്യ, ഉപ്പാക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും വരേണ്ടി വന്നത്. അതുകൊണ്ട് തിരക്കൊയ്യുന്നത് വരെ ഞങ്ങൾ മാറി നിൽക്കാൻ തീരുമാനിച്ചു. ഇത് പറഞ്ഞപ്പോൾ മഹാനവറുകൾ അവിടെ ഇടപെടുകയാണ്. വളരെ വിനയത്തോടുകൂടെ, എളിമയോടുകൂടെ അവരോട് പറഞ്ഞു, നിങ്ങൾ ആടിനെ എനിക്ക് തരൂ, ഞാൻ കുടിപ്പിച്ചു തരാം. അങ്ങനെ ആ രണ്ട് ആടിനും മഹാനവറുകൾ വെള്ളം കുടിപ്പിച്ചു അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അവർ നേരത്തെ വീട്ടിലെത്തി. അപ്പോൾ ഉപ്പ ചോദിക്കുന്നുണ്ട്, എന്തേ ഇന്ന് നേരത്തെ എത്താനുള്ള കാരണം? അപ്പോൾ പറഞ്ഞൊരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഞങ്ങളോട് അലിവ് തോന്നി, ആർദ്രത തോന്നി. അദ്ദേഹം വളരെ വിനയത്തോടുകൂടെ, എളിമയോടുകൂടെ ഞങ്ങളോട് പെരുമാറുകയും ഞങ്ങളെ ആടുകളെ കുടിപ്പിച്ച് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയോ? അതിൻ്റെ റിസൾട്ട് വലുതായിരുന്നു. ഉടനെ തന്നെ ആ പിതാവ് മഹാനവറുകളെ വിളിക്കുന്നു, വീട്ടിലേക്ക് ഭക്ഷണം കൊടുക്കുന്നു, മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ പലതും അവസാനം നബുവത്തും റിസാലത്തും ഒക്കെ മഹാനവറുകൾക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ
നാം നടക്കാൻ പഠിക്കണം. നടക്കുന്ന സമയത്ത് പലരെയും കാണും, അവശരെ കാണും, ക്ഷീണിതരെ കാണും. അവരോടൊക്കെ നാം എങ്ങനെ ഇടപഴകണം, ആ ഇടപഴകുന്നതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലുതായിരിക്കും. ആളുകൾ ഇസ്ലാമിലേക്ക് വരാനും നമ്മുടെ ജീവിതത്തിൽ പല നേട്ടങ്ങൾ കൈവരിക്കാനും ഒക്കെ ആ എളിമത്വം, ആ വിനയം കാരണമാകും. വൈബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അള്ളാഹുവിൻ്റെ അടിമകളെന്ന് പറഞ്ഞാൽ ഭൂമുഖത്തുകൂടെ അവർ നടക്കുമ്പോൾ വളരെ വിനയത്തോടുകൂടെ, എളിമയോടുകൂടെ, താഴ്മയോടുകൂടെ അവർ നടക്കാൻ പഠിച്ച ആളുകളാണ് നാം. നമ്മുടെ ആ ഹെഡ് വെയ്റ്റ് തലക്കനൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ആളുകളോട് മാന്യമായി പെരുമാറാനും സമീപിക്കുവാനും പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ അതിന് വലിയൊരു റിസൾട്ട് കാഴ്ചവെക്കാൻ നമുക്കും സാധിക്കും. ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക അർഹമർ റഹീമീൻ.